സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ, എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ, യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ, ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ നോമ്പിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പരിശുദ്ധ നോമ്പ് ഒരു തീർത്ഥാടന കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി എത്രമാത്രം നമുക്ക് ഉയരാമോ അത്രയും ഉയരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരുന്ന ഒരു അവസരമാണ് പരിശുദ്ധ വലിയ നോമ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. കൃത്യമായ യാമപ്രാർത്ഥനകളിലൂടെ, കൃത്യമായ കുമ്പിട്ട് നമസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരാത്മദേഹികളെ മുഴുവനായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ള ചിന്തകൾക്കോ മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുവാനോ ഒന്നും തന്നെ ഇടവരുത്താതെ കാത്ത് പരിരക്ഷിക്കുന്ന ഒരു കോട്ട പോലെ നമ്മെ സംരക്ഷിക്കുന്ന പ്രാർത്ഥനകളും നമസ്കാരങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ആത്മാവിന് കൂടുതൽ കൂടുതൽ കരുത്ത് നൽകുന്ന ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളും രാത്രി പ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയിലും 3-ാം മണിയുടെ നമസ്കാരത്തിലും ഉച്ചയുടെ നമസ്കാരത്തിലും 9-ാം മണിയുടെ നമസ്കാരത്തിലും സന്ധിയിലും ഓരോ ദൈവവചനം ധ്യാനിക്കുവാനും വേദപുസ്തകം പഠിക്കുവാനും ഒക്കെ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കിത്തരികയാണ്. നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നത് അവൻ കാട്ടുമൃഗങ്ങളോടൊത്തായിരുന്നു എന്നാണ്. മറ്റൊരിടത്ത് മരുഭൂമിയിലായിരുന്നു എന്നാണ്. എങ്ങനെയായാലും നോമ്പിൻ്റെ അനുഭവം അത് ഹൃദ്യമാണ്, അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വർജിക്കേണ്ടത് വർജിക്കുവാനും ക്രമപ്പെടുത്തേണ്ടത് ക്രമപ്പെടുത്തുവാനും പുതുക്കം പ്രാപിക്കേണ്ടത് പുതുക്കം പ്രാപിക്കുവാനും ഈ നോമ്പ് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒരു ക്രമവും തരുന്നത് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണ്. ശാരീരികമായും മാനസികമായും ഒക്കെ ഒന്ന് ഒതുങ്ങി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കുന്നില്ലേ? കൃത്യമായി ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകളെ നമുക്ക് തുറക്കുവാനും അതോടൊപ്പം ദൈവവചനത്തിൻ്റെ വ്യാപ്തി കൂടുതൽ മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്നില്ലേ? അതോടൊപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ, സഹായിക്കേണ്ടവരെ സഹായിക്കുവാൻ, ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്കൊരു ഉൾക്കാഴ്ച നൽകുന്നില്ലേ? അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നല്ല ശോഭയോടെ നിൽക്കുവാൻ തക്കവണ്ണം ഈ നോമ്പ് നമുക്ക് ഉപോദ്ബലകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ നോമ്പിൻ്റെ
നാലാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ ഏവങ്കേലിയോൻ വായനാഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിലും ഈ ഭാഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവനവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് അവനെ താണു വണങ്ങിക്കൊണ്ട്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നുത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകുന്നു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു. ചെറിയ വ്യത്യാസങ്ങൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും സംഭവം ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അത് എല്ലാ ദൈവ മക്കൾക്കും ഉണ്ട് എന്നുള്ളത് ഈ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യകതയും വിജാതീയരോടുള്ള മനോഭാവവും വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 24 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ കടന്നു വരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന സ്ത്രീയെ സുറോഫെനിക്കിയ ജാതിയിലുള്ള യവന സ്ത്രീയായിട്ടാണ് സുവിശേഷൻ രേഖപ്പെടുത്തുന്നത്. എന്നാൽ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളിൽ കനാന്യ സ്ത്രീയായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സോർ, സീദോർ പ്രദേശങ്ങളിലേക്ക് കർത്താവ്, ഇതൊക്കെ പുറജാതികളുടെ സ്ഥലമാണ്. യഹൂദന്മാരും പുറജാതികളും ബദ്ധശത്രുക്കളാണ്. അതുമാത്രമല്ല, യഹൂദന്മാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് തങ്ങളാണ് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു അഹങ്കാരം യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയും, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് അവർ സ്വയം ഊറ്റം കൊള്ളുമായിരുന്നു. അപ്പം അത്തരത്തിൽ ഈ പുറജാതി ആളുകളെ മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കനാന്യ സ്ത്രീ അഥവാ സുറോനോ ഫെനീക്കിയ സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ആവശ്യവുമായിട്ട് കടന്നു വരുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുറജാതി ആളുകളോടുള്ള മനോഭാവം പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകം 23:3 നമുക്ക് വ്യക്തമായിട്ട് കാണാം. തലമുറകളോളം അവരെ മാറ്റി നിർത്തണമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ തലമുറകളോളം അകറ്റി നിർത്തണം, പുറജാതികളെ അടുപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു സ്ത്രീ കർത്താവിൻ്റെ പെരുമ കേട്ടിട്ട് ഒന്ന് കണ്ടാൽ മതി, ഒന്ന് തൊട്ടാൽ മതി എന്നുള്ള അനുഭവത്തിൽ മുഖാമുഖം കാണുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട്
കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു ആവശ്യമായിട്ട് വരികയാണ്. നമുക്ക് ഈ സ്ത്രീയെക്കുറിച്ചൊന്ന് അല്പമായിട്ട് ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുന്നത് ഒരു സ്നേഹനിധിയായ അമ്മ. നമുക്കൊക്കെ അമ്മമാരുണ്ട്, സഹോദരിമാർ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അമ്മമാരും സഹോദരിമാരും കൂടുതലും. തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്. എല്ലാ അമ്മമാർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ആണ്. ഇവിടെ ഈ അമ്മയ്ക്കും ഒരു മകളും, ആ മകളുടെ ഒരു ആവശ്യവുമായിട്ടാണ് ഈ അമ്മ യേശുവിനെ ഒന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മറ്റ് എത്രയോ മന്ത്രവാദികൾ, വിശ്വഗുരുവന്മാർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആവശ്യവുമായി കർത്തൃസന്നിധിയിലേക്ക് ഈ അമ്മ വരികയാണ്. അതും പുറജാതി സ്ത്രീയായ ഈ അമ്മ കടന്നു വരികയാണ്. ഏതായാലും പുറജാതി സ്ത്രീ എന്ന് മനസ്സിലാക്കാം. യഹൂദ പശ്ചാത്തലത്തിൽ വിട്ട് സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് കർത്താവ് ചെന്നപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ കൂടിയ ഒരു സ്ത്രീ, അവർ യാചിക്കുകയാണ്. എന്താ യാചിക്കുന്നത്? ആദ്യമേ അവർ പറയുന്നത്, നിലവിളിക്കുന്നത് ഒരു വലിയ ഒരു ശ്രേഷ്ഠതയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നാ പറയുന്നത്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നമ്മൾ എത്ര വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിലായിട്ട്. പൗലോസ്ലീഹയുടെ വാക്കുകൾ പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് പറയുകയാണ്. നമുക്ക് ഈ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ അന്തരാത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഈ സ്ത്രീ പ്രാർത്ഥിക്കുക, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എത്ര ശ്രേഷ്ഠതയാണ് ആ ഒരു പ്രാർത്ഥനയ്ക്ക്. നമ്മൾ ഈ പറയുന്ന പള്ളിയിൽ പോകുന്നു, ആരാധന നടത്തുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഒക്കെ പോകുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുവാനായിട്ട്, ഇതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒരു പരിശോധന നടത്തുന്ന ഉചിതമായിരിക്കും. അങ്ങനെ ഈ സ്ത്രീ പ്രാർത്ഥിക്കുക. കർത്താവ് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കാണും. പക്ഷേ കർത്താവ് എന്നിട്ടും മറുപടി കൊടുക്കുന്നില്ല. ഇവിടെ വേദപുസ്തകത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, അവനൊരു വാക്കും അവളോട് പറഞ്ഞില്ല. അപ്പോഴാണ് ഈ അസഹനീയമായ പ്രാർത്ഥന കാരണം ശിഷ്യന്മാർക്ക് അലോസരപ്പെടുത്തലുണ്ടായി. എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സലിഞ്ഞു. കർത്താവിൻ്റെ മനസ്സലിഞ്ഞില്ല, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ മനസ്സലിഞ്ഞു. അവർ റെക്കമെൻഡ് ചെയ്യുക. അവരെന്താ പറഞ്ഞത്? അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് പറയുക. അപ്പോൾ കർത്താവ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൾ പറയുന്ന വാക്കുകൾക്കൊന്നും ചെവി കൊടുത്തില്ല. അസഹ്യമായി ഇല്ലെങ്കിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ ആ നിലവിളി ശിഷ്യന്മാരുടെ മനസ്സ് അലിയിച്ചു. അവർ കർത്താവിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ്, അവളെ ഒന്ന് പറഞ്ഞയക്കണമേ. ആ അമ്മയുടെ നിലവിളി കർത്താവ് എന്തുകൊണ്ടാണ് കേൾക്കാതിരുന്നത്?
ഇനി അതിൻ്റെ മുന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്തായിരുന്നു അവളുടെ ആവശ്യം? അതുകൂടെ ഇതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയാവണം. എന്തായിരുന്നു അവളുടെ ആവശ്യം? തൻ്റെ മകളുടെ ഭൂതോപദ്രവം അവളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് തൻ്റെ മകളെ മോചിപ്പിക്കണം, ഈ ഭൂതത്തിൽ നിന്ന് തൻ്റെ മകളെ മോചിപ്പിക്കണം. ഇതായിരുന്നു ആ അമ്മയുടെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മളിന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്നത്തെ അവസ്ഥയും ഇത് തന്നെയല്ലേ? നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ ഇന്ന് ഏതെല്ലാം ഭൂതങ്ങൾക്ക് അടിമയായി തീർന്നിട്ടുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ? പൈശാചിക പ്രവർത്തനങ്ങൾക്കും ചിന്തകൾക്കും വേണ്ടി സമയം കളയുന്ന എത്രയെത്ര മക്കളുണ്ട്. പല മാതാപിതാക്കളും മക്കളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ ആകുലരായി കഴിയുകയല്ലേ. ആകുലതയും ആരോടെങ്കിലും ഒന്ന് പറയുവാനുള്ള മടിയും എങ്ങനെ അവരതിനെ ഉൾക്കൊള്ളുമെന്നുള്ള ചിന്തയും കൊണ്ട് നീറി കഴിയുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അപ്പോൾ പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ: ദൈവത്തെങ്കിലേക്ക് തിരിയുക, ദൈവത്തെങ്കിലേക്ക് തിരിയുക. ഈ കനാന്യ സ്ത്രീയായ അമ്മ യേശുവിൻ്റെ പിന്നാലെ നടന്ന് കരഞ്ഞതുപോലെ നീ നിന്റെ മുഴങ്കാലുകളെ ദൈവസന്നിധിയിലൊന്ന് മടക്കി, നീ ഒരിറ്റ് കണ്ണുനീര് നിലത്ത് വീഴത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും സമർപ്പിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അവിടെ ദൈവിക കൃപാവരം നിന്നെ ചുറ്റും. പ്രാർത്ഥനയുടെ വലയത്തിൽ നീയാവും. വിടുതലിൻ്റെ അനുഭവം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ് ആ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ എത്താൻ പ്രേരിപ്പിച്ചതെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. സ്നേഹനിധിയായ ഒരമ്മയുടെ ആവശ്യത്തിന് മുമ്പാകെ ആദ്യമൊന്നും കർത്താവ് മറുപടി പറഞ്ഞില്ല. രണ്ടാമത് വീണ്ടും നമ്മൾ കാണുകയാണ്, ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുകയാണ്, അവളെ പറഞ്ഞയക്കണമേ. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് അല്പം ക്രുദ്ധിച്ചു കാണും. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കുക, കർത്താവ് സത്യത്തിൽ ആ സമയത്ത് തനി യഹൂദനായി മാറിപ്പോയോ? ഒരു സ്ത്രീ, അത് ഒരു അമ്മ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പുറകെ വന്നിട്ട് ഒരു വാക്കും പറയാതെ നിൽക്കുമ്പോൾ കഠിനഹൃദയരായ ശിഷ്യന്മാരുടെ മനസ്സിളകി. എന്നിട്ടും നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് ഒന്നും പതറിയില്ല. അപ്പോൾ എന്തൊരു ഹൃദയവാ അല്ലേ? നമുക്ക് സ്വയം ആദ്യം തോന്നും. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാൻ എന്തോരം നോമ്പ് നോറ്റെൻ്റെ അച്ഛാ, ഞാൻ എന്തോരം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചച്ചാ, പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അവിടെ തീർന്നു. പ്രാർത്ഥനയുടെ മുഴുവൻ കൃപയും നഷ്ടപ്പെട്ടു പോയി. കാരണം നിന്നെ സൃഷ്ടിച്ച് ആക്കിയത് ദൈവത്തെ അളക്കുവാനല്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ ഒരു കണ്ടീഷനും വെക്കാതെ നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചേ. വചനം പറയുന്നില്ലേ, സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട്, നന്ദിയോടെ ദൈവത്തിൻ്റെ മുമ്പാകെ നിനക്ക് നിൽക്കുവാൻ. ഇത്രത്തോളം എന്നെ നടത്തി എന്ന് പറയുവാൻ നിനക്ക് സാധിക്കുമോ? ആ ഒരു അനുഭവത്തിൽ വിശ്വാസത്തിൻ്റെ തീഷ്ണത നിനക്ക് എത്രയുണ്ട്? കർത്താവ് പറയുവാണ്, ഇസ്രായേൽ ഗൃഹത്തിലേക്ക് കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു.
എന്നാൽ അവൾ വന്നു. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ നമസ്കരിച്ചു. നോക്കുക, ഒരു പുറജാതി സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയൊന്ന് നോക്കിക്കേ. എത്ര ശ്രേഷ്ഠതയാതെന്ന് നോക്കി. ഉൾക്കണ്ണുകൊണ്ടൊന്ന് കണ്ടേ. ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വരുന്നു. കർത്താവ് മറുപടിയൊന്നും പറയുന്നില്ല. ശിഷ്യന്മാര് അവനോട് പറയുകയാണ്, അവളെ ഒന്ന് പറഞ്ഞയക്കണമേ എന്ന് പറയുകയാണ്. എന്നിട്ടും സാധ്യമാവുന്നില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് വന്നത്. അപ്പോൾ അവൾ വീണ്ടും മുമ്പോട്ട് വന്നിട്ട് പറയുകയാണ്, അവളെ നമസ്കരിച്ചു. പറയുക മാത്രമല്ല, നമസ്കരിച്ചു. പഞ്ച ഘടകങ്ങളെ ദൈവസന്നിധിയിൽ അവൾ സമർപ്പിച്ചു. അവളുടെ നെറ്റിയും കൈയും മുട്ടും എല്ലാം മടക്കി നമസ്കരിച്ചു. സത്യനമസ്കാരികൾ പോലും ചെയ്യാത്തത് അവൾ ചെയ്തു. അപ്പോൾ കർത്താവ് അതിന് മറുപടി കൊടുക്കുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ, എടാ മോനെ, മൂക്കിന് നേരെയാണോടാ നിൻ്റെ വായ എന്ന് ചോദിച്ചാൽ ഈ ലോകം മുഴുവൻ കീഴ്മേൽ മറിയുന്ന പ്രവൃത്തിയാണ് പിന്നെ ഉണ്ടാകുന്നത്, അല്ലേ? ആ സ്ഥാനത്താണ് കർത്താവ് ചോദിക്കുകയാണ്, പരസ്യമായി ആക്ഷേപിക്കുന്ന തരവാ. നായ്ക്കുട്ടികൾ എന്ന് അവരെ വിളിക്കുക, ഇല്ലേ? ഇന്നത്തെ നമ്മുടെ തലമുറയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ അവളെ അത്രമാത്രം ആക്ഷേപിച്ച ഒരു മറുപടി ഉണ്ടായിട്ടും അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. അവൾ ദേഷ്യപ്പെട്ടില്ല. അവൾ പറഞ്ഞത്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. നോക്കിക്കേ, എത്ര തന്മയത്വമായി, എത്ര മനോഹരമായി അവൾ തനിക്ക് പറയുവാനുള്ളതും ചെയ്യുവാനുള്ളതും കർത്താവിൻ്റെ മുമ്പിൽ അവൾ ചെയ്തു. കർത്താവ് പാലസ്തീൻ നാട് മുഴുവൻ നടന്നിട്ട് തൻ്റെ കൂടെ നടക്കുന്നവരിൽ പോലും ഇത്രയും വലിയ ഒരു പ്രവൃത്തിയും അതുപോലെ തന്നെ സംസാരവും കർത്താവിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവ് അവളെ ഒന്ന് ശോധന ചെയ്തു, അവളെ ഒന്ന് പരിശോധിച്ചു. കർത്താവ് അവളുടെ വിശ്വാസം എത്രമാത്രമുണ്ട് എന്ന് കർത്താവ് ഒന്ന് അളന്നു. നിന്റെ വിശ്വാസം നരിയോ കാൽപാദത്തെങ്കിൽ അളന്നു കുറിക്കുന്നതിനെ കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയ നദിയായി തീരും വിശ്വാസം. ആ നദിയിലേക്കാണ് ഇവൾ എത്തിയത്. വിശ്വാസം ആദ്യമേ പറഞ്ഞു, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. രണ്ടാമത് അവൾ പറയുകയാണ്, വന്നു നമസ്കരിച്ചു. എന്നിട്ട് പറയുന്നത് എന്താ? നിലവിളിച്ചു കൊണ്ടുവന്ന് അവളെ പറഞ്ഞ് അവന് കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. മൂന്നാമത് കർത്താവ് പറഞ്ഞ മറുപടി, നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്നാണ് അവൾ പറഞ്ഞത്. വിശ്വാസം പടിപടിയായി ഉയർന്ന് നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത നദിയായിട്ട് തീരുകയാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന സംഭവം പലതും കൊണ്ടും വ്യത്യസ്തതയുള്ള ഒന്നായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് രോഗിയെ നേരിട്ട് കാണാതെ സൗഖ്യമാക്കുന്ന സംഭവമാണ്. ഭൂതത്തെ പുറത്താക്കുന്ന ഒരു കൽപ്പനയും പുറപ്പെടുവിക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. ആ ആശംസ അവളുടെ മകൾക്ക് പരിപൂർണമായ സൗഖ്യം കൊടുത്തു. യഹൂദന്മാരുടെ ഇടുങ്ങിയ മനോഭാവത്തിനുപരിയായി ജാതികൾക്ക് വെളിച്ചമായി യേശു തൻ്റെ പ്രവൃത്തി തികയ്ക്കുകയാണ്. ആ സ്ത്രീയുടെ നിലവിളി
സ്വന്തം മകൾക്ക് വേണ്ടിയുള്ള നിലവിളിയായി മാതാപിതാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ പ്രതിനിധിയായിട്ട് കനാന്യ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവേകത്തോടുകൂടി അവൾ ഉത്തരം പറഞ്ഞു. ആ വിവേകം നമുക്കും ഇന്ന് ആവശ്യമാണ്. പ്രാർത്ഥനയുടെ സ്ഥിരത നമ്മളെ ചൂണ്ടിക്കാണിക്കുക. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഒരു പുറജാതി സ്ത്രീ നമ്മെ പഠിപ്പിച്ച ചില മൂല്യങ്ങൾ, ഒരു അമ്മയുടെ ദൗത്യം, ഒരു അമ്മയുടെ സ്നേഹം, ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ശൈലി, അമ്മയുടെ വിനയത്തിൻ്റെ മാതൃക പുറജാതി സ്ത്രീയിലൂടെ നമുക്ക് കിട്ടുകയാണ്. വിശ്വാസത്തിൻ്റെ തീഷ്ണത. ഈ വലിയ നോമ്പിൽ നമ്മൾ വേദപുസ്തകം വായിക്കുന്നു, നമ്മൾ പാട്ടുപാടുന്നു, നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ഉൾക്കാമ്പുകളിൽ ദൈവത്തെ നിർത്തി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, സാക്ഷ്യത്തിനായി നിന്നെ തന്നെ സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട്, ദൈവമേ, എന്നെയും ഏറ്റവും നിറഞ്ഞവനായി എൻ്റെ സന്നിധി നിൽപ്പാനുള്ള കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ എന്നെയും നിങ്ങളെയും അതിനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.